ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശിവാനി ഇങ്ങനെ നിധിയോട് പറയാണ്, ഇവിടെ എന്തൊക്കെ കള്ളക്കളികൾ നടക്കുന്നുണ്ട്. ഗൗതമിൻ്റെ ഭക്ഷണം ഉണ്ടാക്കുന്ന നിർമ്മലയുടെ കയ്യിൽ നിന്ന് പാറു വാങ്ങുന്നു. അപ്പം അതിനർത്ഥം എന്താ, ഇവിടെ എന്തോ ഞാനറിയാത്തൊരു സംഭവം നടക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ ശിവാനിയോട് പറയാണ്, നീ ഇങ്ങനെ മറ്റുള്ളവരുടെ പിറകെ നടക്കുന്ന നിൻ്റെ ഈ സ്വഭാവം നിർത്തിയേക്ക് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയല്ല. അതുമാത്രമല്ല, ഇപ്പോൾ ഗൗതം ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നിർമ്മലയെ ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ ഒത്തിരി തവണ ഇവിടെ വഴക്കുണ്ടായില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, നീ നിൻ്റെ പണി നോക്കാനല്ലേ എന്നോട് പറഞ്ഞതെന്ന് പറയാം. അപ്പോഴാണ് അങ്ങോട്ടേക്ക് വസുന്ധര ഇറങ്ങി വരുന്നത് കേട്ടോ. പക്ഷേ നിധിയാണെങ്കിലോ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഈശ്വര ഇവരുടെ ഈ തമ്മിലുള്ള പോര് കാരണം ഇവർ തന്നെ ഈ സത്യം പുറത്തു കൊണ്ടുവരുന്ന അവസ്ഥയാണല്ലോ, ഈ പാറുവിന് എന്താ സംഭവിച്ചിരിക്കുന്നത് എന്നിങ്ങനെ നിധി ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിധി ഇങ്ങനെ മനസ്സിൽ കുറിക്കുകയാണ്. പിന്നീടാണെങ്കിലോ ഇങ്ങനെ പുറത്ത് ഗൗതം വന്നിട്ടുണ്ടാവും, നിധി നിധി എന്ന് പറഞ്ഞ് ഉറക്കി വിളിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ നിധി എന്നുള്ള ആ വിളി കേൾക്കുമ്പോൾ തന്നെ പാറുവും നിർമ്മലയും പുറത്തോട്ട് വരികയാണ്. അപ്പോൾ വസുന്ധര ഇങ്ങനെ കോണി ഇറങ്ങി വരുന്നുണ്ടല്ലോ. അപ്പോൾ നിധിയുടെ അടുത്തോട്ട് ഒരു പൂച്ചെണ്ടുമായിട്ട് അതുപോലെ തന്നെ കുറച്ച് ലഡുവുമായിട്ടായിരുന്നു വരുന്നത് ഈ പറയുന്ന ഗൗതം. അങ്ങനെ ഓടിച്ചെന്ന് നിധിയുടെ മുന്നിലോട്ട് ഈ പൂച്ചെണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഐ ലവ് യു നിധി എന്നിങ്ങനെ പ്രപ്പോസ് ചെയ്യുന്നത് പോലെ ഇങ്ങനെ മുട്ടുകുത്തി നിന്ന് എല്ലാവർക്കും മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ശിവാനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്. വൃത്തികെട്ടവൻ ഇവൻ ഇങ്ങനെ നാണല്ലാത്തൊരു സംഭവം ചെയ്യുന്നതെന്നുള്ള ആ രീതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പം നിധിയാണെങ്കിലും നിർമ്മലയും പാറുവിനെയും കാണുമ്പോൾ ഇങ്ങനെ വസുന്ധരയും ഉണ്ടല്ലോ, അപ്പോൾ ഷോക്കോട് കൂടി നിധി നിൽക്കുക, എങ്ങനെ ഇപ്പോൾ ഗൗതമിൽ നിന്ന് ഇത് വാങ്ങുക എന്നുള്ള ആ ലെവലിൽ നിൽക്കുമ്പോൾ നിർമ്മല പറയണം, അത് വാങ്ങിച്ച മോളെ എന്ന് പറയണ്ട. അപ്പോൾ പാറു ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നോക്കിയിട്ടും അത് വാങ്ങിച്ച മോളെ എന്ന് പറയണ്ട. അപ്പോഴേക്കും വസുന്ധരയ്ക്ക് ദേഷ്യം ഇങ്ങനെ കയറുന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്യണമെന്നും മിണ്ടാനാവില്ല. അങ്ങനെ ഗൗതമിൻ കയ്യിൽ നിന്നും നിധി അത് വാങ്ങുകയാണ്. അപ്പോൾ എന്നിട്ട് നിധിയോട് പറയണേ, നിധി നീ എനിക്ക് പ്രിയപ്പെട്ടവൾ തന്നെയാണ്, നീ ഇല്ലായിരുന്നെങ്കിൽ ഈ ഗൗതം ഇല്ല. അപ്പോൾ വസുന്ധരയ്ക്ക് ദേഷ്യം പിടിക്കുകയാണ്, കാരണം അതൊക്കെ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത വാക്കുകളാണ്. അപ്പോൾ നിധിയോട് പറയണേ, നീ അല്ലെങ്കിൽ ഈ ഗൗതം ഇല്ല, അത് ഉറപ്പുള്ള കാര്യമാണ്, നീയാണല്ലോ എനിക്കൊരു വഴി വെട്ടി തന്നത്, അതുകൊണ്ട് നിനക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഗൗതം കാര്യം പറയൂ എന്ന് നിധി പറയുമ്പോൾ ഉടൻ തന്നെ പറയണേ, ഞാൻ പോയ കാര്യം സക്സസ് ആയിരിക്കുന്നു, ആ ലാൻഡ് ഞാൻ വാങ്ങിച്ചു, അതിൻ്റെ രജിസ്ട്രേഷനാണ് നാളെ എന്ന് പറയണ്ട. അതും കൂടി കേൾക്കുമ്പോൾ പിന്നെ പറയാനില്ല, വാക്കുകളില്ല. വസുന്ധരക്കും ശിവാനിക്കും നന്നായി ദേഷ്യം പിടിക്കുന്നതിന്. അതുകൊണ്ട് തന്നെ ഒരു ലഡു എടുക്കാനിട്ട് ആ ലഡു എടുത്തിട്ട് ഇങ്ങനെ വരുമ്പോൾ നിധിക്ക് പേടിയാവണം, ഈശ്വര നിർമ്മലയുടെ വായിലേറ്റ് ഈ ലഡു വെച്ച് കൊടുക്കുമെന്ന പേടി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം നിർമ്മല ഇങ്ങനെ നിർമ്മലയുടെ വായിൽ വെച്ച് കൊടുത്താൽ ഇവിടെ വലിയൊരു വഴക്ക് പാറു ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കി നിധി ഇങ്ങനെ നിൽക്കുമ്പോൾ ഗൗതമാണെങ്കിലും നിർമ്മലയുടെയും പാറുവിൻ്റെയും തൊട്ടരികത്തോട്ട് വന്നിട്ട് ഒരു ലഡു 2 കഷ്ണമാക്കിയിട്ട്, ഇത് നിർമ്മലക്കും ഇതെൻ്റെ പാറു ആൻറ്റിക്കും, എൻ്റെ പാറു ആൻറ്റിയുടെ പ്രാർത്ഥന കൊണ്ടും നിർമ്മല ആൻറ്റിയെ കണ്ടതുകൊണ്ടും എനിക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ കഴിഞ്ഞത്, അതുകൊണ്ട് ഇതാ എന്ന് പറഞ്ഞിട്ട് നിർമ്മലയുടെ കൈകളിൽ കൊടുത്തു പാറുവിൻ്റെ വായിലും വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ പാറുവിന് ഒരുപാട് സന്തോഷമാവുകയാണ്. എന്നിട്ട് ഓടി വന്നിട്ട് നിധിയുടെ വായിലോട്ട് ഒരു ലഡു വെച്ച് കൊടുക്കണം, എൻ്റെ പ്രിയതമ ഇല്ലായിരുന്നെങ്കിൽ എനിക്കൊരിക്കലും ഈ ഐഡിയ ഉദിച്ചിരുന്നില്ല എന്ന് പറയണം. അപ്പോൾ ശിവാനിക്കത് കണ്ട് ദേഷ്യം പിടിക്കണേ. അങ്ങനെ എന്നാൽ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ലഡുവിൻ്റെ ബോക്സ് എടുത്തിട്ട് ഇങ്ങനെ വസുന്ധരയുടെ അടുത്തോട്ട് കൊടുക്കുമ്പോൾ വസുന്ധര പറയും, ഞാൻ പിന്നെ കഴിച്ചോളാം, അത് വേണ്ട നിങ്ങൾ ഇപ്പം തന്നെ കഴിച്ചോ എന്നിങ്ങനെ പറയാനുണ്ട്. അപ്പോൾ അമ്മ വിളി, വസുന്ധര വിളി, ആൻറ്റി വിളി ഒക്കെ ഗൗതം നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം തന്നെ കഴിച്ചോ എന്ന് പറയണ്ട. പിന്നീടാണെങ്കിലോ ഇങ്ങനെ ശിവാനിയുടെ മുന്നിലോട്ട് നീട്ടുമ്പോൾ ശിവാനി പറയണേ, എനിക്ക് വേണ്ട, ഞാൻ മധുരം കഴിക്കില്ല എന്ന് പറയട്ടെ. അത് കേട്ടോടെ തന്നെ ഗൗതം, അയ്യോ ഇത്ര ചെറുപ്പത്തിൽ നിനക്ക് ഷുഗറൊക്കെ വന്നോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് ഷുഗർ വന്നിട്ടില്ല, എനിക്കിപ്പോൾ വേണ്ടായിട്ടാണോ? അങ്ങനെയാണോ? വേണമെങ്കിൽ കഴിച്ചാൽ മതി, നിധി ഇങ്ങ് വന്നേ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് നിധിയെ കൂട്ടി റൂമിലോട്ട് ഗൗതം പോവാണ് കേട്ടോ. അങ്ങനെ ഗൗതം റൂമിൽ ചെന്നിട്ട് നിധിയോട് പറയണേ, നീ എൻ്റെ പ്രിയതമ തന്നെ, നീ എൻ്റെ പ്രിയപ്പെട്ടവളാണ്, നീ ഇല്ലെങ്കിൽ എനിക്കൊരു വഴിയും വെട്ടി തുറക്കില്ല, ഏറ്റവും വലിയ സ്വപ്നമാണ്, എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം പൂവണിയാൻ പോവാണ്, നാളെ രജിസ്ട്രേഷൻ നടക്കുകയാണ്, എനിക്ക് പറഞ്ഞ പണം കിട്ടിയിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിധി എന്തായാലും എൻ്റെ ഗൗതം എവിടെയും തോൽക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഗൗതമിനോട് പറയണേ, ഗൗതം പറയണേ, എൻ്റെ ആദ്യത്തെ ആഗ്രഹം സാധിച്ചു. അപ്പം നിധി ചോദിക്കുകയാണ്, എന്താണ് ഇനിയിപ്പോൾ രണ്ടാമത്തെ ആഗ്രഹം? എൻ്റെ രണ്ടാമത്തെ ആഗ്രഹം ഒരൊറ്റ ട്രിപ്പിന് ഈ 3 കുഞ്ഞുങ്ങളെ പ്രസവിക്കണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എന്താ ഗൗതം ഈ പറയുന്നത്? അതേ ഒരൊറ്റ ട്രിപ്പിന് തന്നെ 3 കുഞ്ഞുങ്ങളെ പ്രസവിക്കണം? കുഴപ്പമില്ല ഗൗതമിൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് നിധി ചിരിക്കുന്നു കേട്ടോ. ഇതേ സമയം ഇങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി, ഇവരിങ്ങനെ ഈ രജിസ്ട്രേഷന് പോവുകയാണ്. അങ്ങനെ ഗൗതം രജിസ്ട്രേഷന് വേണ്ടിയിട്ട്
ആ ഒരു രജിസ്റ്റർ ഓഫീസിൽ ചെല്ലാണ്. അപ്പോൾ ഈ ഒരു പിൻഗാമി ഉണ്ടല്ലോ, അയാൾ ഇങ്ങനെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണ്, ഒരാളുടെ പ്രോപ്പർട്ടി അങ്ങോട്ട് മറിച്ച് കൊടുക്കുകയാണ്. അപ്പം നിധിയും പോകുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും ഇങ്ങനെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടത്തുന്നുണ്ട്. നിധിയുടെയും ഗൗതമിൻ്റെയും പേരിൽ ഈ ലാൻഡ് ആക്കുന്നുണ്ട്, ഈ ഒരു സ്ഥലം ആക്കുന്നുണ്ട്. അങ്ങനെ ഇവരിങ്ങനെ ആ ഒരു ഇതിൽ ഇങ്ങനെ സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ ഇപ്പുറത്ത് ശിവാനിക്ക് ഭയങ്കര സങ്കടമാവാണ് കേട്ടോ. അങ്ങനെ ശിവാനി പെട്ടെന്ന് CK ചന്ദ്രബോസിനെ വിളിക്കുകയാണ്. അപ്പോൾ അച്ഛാ, അങ്കിളെ എന്തായി ഇപ്പോൾ ഉണ്ടായത്, കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയില്ലേ, ഒരിക്കലും നടക്കരുതെന്ന ആ ഒരു സ്വപ്നം അവർക്ക് നടന്നിരിക്കുന്നു, അവരാ സ്ഥലം വാങ്ങുന്നു എന്നൊക്കെ പറയുമ്പോൾ, വാങ്ങട്ടെ മോളെ, അങ്ങ് എന്താ അച്ഛൻ ഇങ്ങനെ പറയുന്നത്, അവരത് വാങ്ങരുത്, അതെന്തുകൊണ്ട് മോളെ, അവരത് വാങ്ങട്ടെ. അപ്പോൾ അച്ഛൻ ഇതൊന്നും കാണുന്നില്ല, ഇത് തടയുന്നില്ല, എന്തിന് തടയണം, അങ്ങനെ കളി നടക്കട്ടെ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ അവിടോട്ട് ഈ പറയുന്ന CK ചന്ദ്രബോസിൻ്റെ ഭാര്യ എത്തുന്നു കേട്ടോ. അപ്പോൾ ഈ സമയം ശിവാനി പറയണേ, എന്താ അച്ഛാ ഇങ്ങനെയൊക്കെ പറയുന്നത്, എന്നെ എന്തിനാ അങ്ങനെ കളിയാക്കുന്നതൊക്കെ ഇങ്ങനെ അങ്കിള് എന്നൊക്കെ വിളിച്ചിട്ട് പറയുകയാണ്. അപ്പോൾ തന്നെ അവരെല്ലാം ചെയ്യട്ടെ, അവരുടെ പേരിൽ ആ സ്ഥലമാക്കുകയോ അവരെ കമ്പനി തുടങ്ങുകയോ എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ അവരത് വാങ്ങുമ്പോൾ തടയെന്നൊക്കെ പറഞ്ഞ്, അതൊക്കെ ഞാൻ വേണ്ടത് ചെയ്തിട്ടുണ്ട് എന്ന് പറയട്ടെ. എന്താ ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നിങ്ങനെ ശിവാനി പറയുമ്പോൾ, സമയമാകുമ്പോൾ ഒക്കെ മനസ്സിലായിക്കോളൂ എന്ന് പറഞ്ഞ് CK ചന്ദ്രബോസ് ഫോൺ വെക്കുന്നു കേട്ടോ. പിന്നീട് ഇവർ ഈ രജിസ്ട്രേഷൻ കഴിഞ്ഞ് വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ ഇങ്ങനെ വീട്ടിൽ വന്നിട്ട് നിധിയോട് ഗൗതം പറയണം, എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് നിധി, നീ ആഗ്രഹം എനിക്ക് സാധിപ്പിച്ചു തന്നത്, ഒരു വഴി എനിക്ക് നീയല്ലേ കാണിച്ചു തന്ന്, ഇനി എൻ്റെ സ്വപ്നങ്ങൾ ഓരോന്നോരോന്നായി പൂവടിയണം, അതിലൊരു ഷോപ്പിംഗ് മാള്, ഈ പറയുന്ന കോഫി ഷോപ്പ്, മറ്റുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാവണം, ഒരാൾ പുറത്തോട്ട് പോകരുത്, അതിൽ കയറി എല്ലാവർക്കും കിട്ടണം എന്നൊക്കെ എന്നെ പറയുമ്പോൾ പാറുവും ഗോപിയും പറയണേ, എൻ്റെ മകളുണ്ടെങ്കിൽ അത് നടക്കും എന്നൊക്കെ ഇങ്ങനെ പറയണേട്ടാ. അപ്പോൾ ഗോപിയും പറയുന്നുണ്ട്. അപ്പോൾ ഉടൻ തന്നെ വസുന്ധര അങ്ങോട്ടേക്ക് വരികയാണ്, ശിവാനി അങ്ങോട്ടേക്ക് വരികയാണ്. എന്തായാലും ആഗ്രഹങ്ങൾ സാധിച്ചു, ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങണമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ കൈയടിക്കുന്നൊരു സൗണ്ട് കേൾക്കട്ടെ. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ CK ചന്ദ്രബോസും ഈ പറയുന്ന അവരുടെ ഭാര്യ ആയിരിക്കട്ടെ. അത് കാണുന്നതിനോട് ഗൗതമിനെ അങ്ങ് ദേഷ്യം പിടിക്കുക, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ പ്രണവ് പറയാണ്, ഇവർ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട അങ്കിള് മൈൻഡ് ചെയ്യാണ്, ഇവർ ഇങ്ങോട്ടേല്ലാതെ പിന്നെ എങ്ങോട്ട് വരണമെന്ന് ചോദിക്കുക. അപ്പോൾ പാറു പറയണേ, എന്താടാ ഏട്ടനോട് ഇങ്ങനെ സംസാരിക്കുന്നത്, ഇവർ ഞങ്ങളുടെ ജീവിതം ഒന്നാക്കിയവരാണ്, അവരെ ഞാൻ അച്ഛനും അമ്മയുടെ സ്ഥാനത്താണ് കാണുന്നത്, അതുകൊണ്ട് തന്നെ ഇവർ ഈ വീട്ടിലോട്ട് കയറിക്കോട്ടെ. അപ്പോൾ ഗൗതം പറയണേ, ഒരിക്കലും നടക്കാത്ത കാര്യമാണ്, ഇവരെൻ്റെ ശത്രുവാണ്, അതുകൊണ്ട് പാടില്ല. അപ്പോൾ നിധി പറയണേ, പാടില്ലെന്ന് പറഞ്ഞാൽ പാടില്ല, ഇറങ്ങിപ്പോ എന്ന് പറയണേ. ഇത് കേട്ട വസുന്ധര പറയണേ, നീ ആരടി ഇറങ്ങിപ്പോവാൻ പറയണേ, ഞങ്ങളുടെ ഗസ്റ്റ് അല്ലേ. അത് കേട്ടോടെ തന്നെ ഗൗതം പറയണേ, എൻ്റെ ഭാര്യയാണെങ്കിൽ ഇവൾക്ക് പറയാനുള്ള അധികാരമുണ്ട്, എൻ്റെ ശത്രുവാണ് ഈ വന്നിരിക്കുന്നത്, ഇറങ്ങിപ്പോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ശിവാനി പറയണേ, ശത്രുവാണെങ്കിലും മിത്രമാണെങ്കിലും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണ്, ഞങ്ങൾ ഇവരെ സൽക്കരിക്കും, ഇരുത്തും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന ഗൗതം, എന്നാൽ എനിക്കത് കാണണമല്ലോ, നിങ്ങൾ എന്തിനാണ് ഇവരെ കാണാൻ വന്നിരിക്കുന്നത്, നിങ്ങൾ ഇവിടെ നിൽക്കാൻ പാടില്ല. അപ്പോൾ നിധി പറയണ, നിൽക്കാൻ പാടില്ല, ഇറങ്ങണം. അപ്പോൾ വസുന്ധര പറയണ, അങ്ങനെ ഇറങ്ങണമെങ്കിൽ നീ ഇറങ്ങിക്കോടി നിധി എന്ന് പറയണ. അപ്പോൾ ഗൗതം പറയണ, എൻ്റെ ഭാര്യ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട ആവശ്യമില്ല, ഇവരുടെ വീടല്ലല്ലോ ഇത്, അതുകൊണ്ട് ഇവർക്ക് വേണമെങ്കിൽ ഇറങ്ങിക്കോട്ടെ. അപ്പോൾ ഉടൻ തന്നെ ശിവാനി പറയണ, ശരിയാണ്, ഇവരെ ഇറങ്ങിക്കോട്ടെ. അത് കേൾക്കുന്ന ഈ പറയുന്ന നിങ്ങളെ കാണാനല്ലേ വന്നത് എന്നൊക്കെ ഗൗതം പറയുന്നുണ്ട് കേട്ടോ, നിങ്ങളെ കാണാനല്ല അവർ വന്നിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇവരെ ഇറങ്ങിക്കോട്ടെ, നീയും പ്രണവ് ഇറങ്ങിക്കോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ CK ചന്ദ്രബോസ് പറയും, ഞങ്ങൾ കാണാൻ വന്നിരിക്കുന്നത് അതിനെ പ്രണവിനെയും ശിവാനിയും എല്ലാം നിന്നെ കാണാനാണ് വന്നത്, എന്നെ കാണാനോ, എന്നെ എന്തിനാ കാണുന്നത്. അപ്പോൾ ഉടൻ തന്നെ കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ ഗൗതം, കാര്യം ഞാൻ പറയാമെന്ന് പറയണേ. അപ്പോഴേക്കും ശിവാനി പറയണേ, അങ്കിള് എൻ്റെ ഇരുന്ന് സംസാരിക്കേ, എന്തായാലും ഇവിടെ ഇരിക്ക്, ഇവിടുത്തെ സെർവൻറ്റ് എങ്ങോട്ടാണ് പോയത്, സെർവൻറ്റിനെ വിളിക്കുക എന്ന് പറയണേ. അപ്പം ഉടൻ തന്നെ നിധി പറയണേ, സെർവൻറ്റിനെ വിളിക്കണ്ട, എന്തിനോ വിളിക്കുന്നത്, പിന്നെ വന്നവർക്ക് വെള്ളം നീ കൊടുക്കൂടി എന്ന് വസുന്ധര ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന ഗൗതം പറയണേ, വന്നവർക്ക് വെള്ളം കൊടുക്കലേ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, ഈ വീട്ടിലൊരു ജോലിക്കാരിയെ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വെള്ളം കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഈ പറയുന്ന അവൾക്കുണ്ട് എന്നിങ്ങനെ ശിവാനി പറയണം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന നിധി പറയണ, ഒരു ആളുകളോട് സംസാരിക്കാനും വയസ്സിന് മൂത്ത ആളുകളോട് സംസാരിക്കാനും നിനക്ക് അതിൻ്റേതായ മര്യാദയില്ലേ. അത് കേൾക്കുന്ന വസുന്ധര പറയണ, വീട്ടുവേലക്കാരിക്ക് അത്ര ഇതൊക്കെ കൊടുത്താൽ മതി. അപ്പോൾ ഉടൻ തന്നെ അവിടെ നിന്നും ശിവാനി അങ്ങ് പോവുകയാണ്. അപ്പോൾ നിധി പറയുന്നുണ്ട്, അവർ പൂവ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്, അവരെ ബുദ്ധിമുട്ടിക്കണ്ട, പിന്നെ വീട്ടിലെ വന്നവർക്ക് വെള്ളം കൊടുക്കാൻ നീ കൊടുക്കൂടി എന്ന് ചോദിക്കുമ്പോൾ നിധി അവിടെ മിണ്ടാന്ന് നിൽക്കണം കേട്ടോ. അങ്ങനെ ഈ നിർമ്മലയുടെ അടുത്തോട്ട് ശിവാനി ചെല്ലാണ്. വീട്ടിലൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട്,
എന്താ നിങ്ങളത് അറിഞ്ഞില്ലേ? അയ്യോ മോളെ ഞാൻ അറിഞ്ഞില്ല, ഞാൻ ഈ പണിയിലായിരുന്നു, പൂജാമുറിയിലോട്ടുള്ള പൂവ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് കേട്ട ഉടനെ തന്നെ നിങ്ങൾ എന്ത് കെട്ടിയാലും വേണ്ടില്ല, നിങ്ങൾ എനിക്ക് ഗസ്റ്റ് വന്നിട്ടുണ്ട്, അവർക്ക് നല്ലൊരു ജ്യൂസ് എടുക്ക്. അപ്പോൾ ഈ സമയം വസുന്ധര ചോദിക്കുന്നുണ്ട് കോഫിയോ ജ്യൂസോ വേണ്ടെന്ന് പറയുമ്പോൾ അവിടെ ചിക്ക ചന്ദ്രബോസിൻ്റെ ഭാര്യ പറയുന്നുണ്ട് കോഫിയൊന്നും പറ്റില്ല, ചൂടല്ലേ, അതുകൊണ്ട് തണുത്തത് മതി, തണുത്തത് കുടിക്കാനാണ് ഇഷ്ടം, ചൂടുള്ളവർ നിൽക്കുമ്പോൾ തണുപ്പാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് ഇവരെ കളിയാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തണുത്ത ജ്യൂസ് എടുത്തോ എന്ന് പറയണേ. അങ്ങനെ നിർമ്മല ഈ ജ്യൂസ് എടുക്കുകയാണ് കേട്ടോ. ഇതേ സമയം വസുന്ധരക്കും ശിവാനിക്കും വലിയ സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ നിധിയും പാറുവും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഗോപി പറയുന്നുണ്ട് നിങ്ങളിവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് ദയവ് ചെയ്ത് നിങ്ങളൊന്ന് പോവോ, ഞങ്ങളുടെ കുഞ്ഞിനെ ഇങ്ങനെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നടന്ന് ആ സന്തോഷത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളെ സങ്കടപ്പെടുത്താതെ പോവോ, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഒന്ന് പോവോ എന്നിങ്ങനെ ഗോപി പറയണേ. അപ്പോഴേക്കും ശിവാനിക്ക് ദേഷ്യം പിടിക്കണം. ഇവരെത്ര നേരമായി ജ്യൂസ് എടുക്കാൻ പറഞ്ഞിട്ട് ഈ കണ്ട നേരം അവരെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് നിർമ്മലയെ വിളിക്കാൻ കേട്ടോ. എവിടെ നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ. അപ്പോഴാണ് നിർമ്മല ഈ ജ്യൂസുമായി വരുന്നത്. അപ്പോൾ ഇങ്ങനെ CK ചന്ദ്രബോസ് അവിടെ ഇരിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ നിർമ്മല കണ്ടുവരുമ്പോൾ നിർമ്മല ആകെ ഷോക്കായി പോവാണ് കേട്ടോ. ഈശ്വര, താൻ ആരെ കാണാതെ ഇതെന്ന് വിചാരിച്ചു അവരെ തന്നെ കണ്ടിരിക്കുന്നു എന്ന ആ ഒരു ഇതോടുകൂടി നിൽക്കുന്ന ആ ഒരു സീനിലാണ്, ആ ഒരു സീൻ വരെ ആയിരിക്കും ഇന്ന് എപ്പിസോഡ് ഉണ്ടായിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി രാത്രിയിൽ പറയാവേ.